Dear students, today we are going to discuss about the phenomena aliasing. It is also due to the undersampling effect. In the previous video class we have discussed about the sampling theorem, and also we have discussed about the proof of sampling, and we have discussed about how the signal can be reconstructed from the samples. Okay. So now let us see. Before going to the details of aliasing, let us go to the details of a low pass filter. Actually, low pass filter is a reconstruction filter. Why it is called reconstruction filter? Let us see. A low pass filter is used to recover original signal from its samples. This is also known as interpolation filter. A low pass filter passes only low frequencies up to a specified cutoff frequencies and reject all other frequencies above cutoff frequency. See, you can see in the figure the ideal low pass filter, its frequency response is shown. And also practical low pass filter is different from that of the ideal low pass filter. And in the case of ideal low pass filter, there is a sharp cutoff at the cutoff frequency, but in the case of practical filter there is no sharp cutoff frequency. Okay, low pass filter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ സിഗ്നലിനെ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, ഒറിജിനൽ സിഗ്നൽ തന്നു, അതിനെന്ത് ചെയ്യും, സാമ്പിൾ ചെയ്യും. ആ സാമ്പിൾസ് നിന്നാണ് പിന്നീട് നമ്മൾ സെൻഡ് ചെയ്യുക. ആ സാമ്പിൾസാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ആ സെൻഡ് ചെയ്യുന്ന സിഗ്നൽ റിസീവർ സൈഡിൽ റിസീവ് ചെയ്യുന്നതിനാണ് എന്താ പറയുക, റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത് FS ഗ്രേറ്റർ ദാൻ 2 FM ആയാൽ മാത്രമേ കറക്റ്റായിട്ട് സിഗ്നലിനെ റിസീവ് അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ കഴിയൂ എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിലെല്ലാം നമുക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറിജിനൽ സിഗ്നലിനെ സാമ്പിൾസിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ എന്ത് വേണം, ഒരു ലോ പാസ് ഫിൽട്ടർ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് ഈ ലോ പാസ് ഫിൽറ്ററിന് എന്തും കൂടി പറയുന്നുണ്ട്, ഇൻ്റർപോളേഷൻ ഫിൽട്ടർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റീകൺസ്ട്രക്ഷൻ സൈഡിൽ സാമ്പിൾസിൽ നിന്ന് ഒറിജിനൽ സിഗ്നലിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി ലോ പാസ് ഫിൽട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിനെന്ത് പറയും, റീകൺസ്ട്രക്ഷൻ ഫിൽട്ടർ എന്നും കൂടി പറയും. നമ്മൾ സാധാരണ ലോ പാസ് ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്കറിയാം. ലോ പാസ് ഫിൽറ്റർ ലോ ഫ്രീക്വൻസീസിനെ മാത്രം കടത്തിവിടും, കട്ട് ഓഫ് ഫ്രീക്വൻസി വരെയുള്ള ലോ ഫ്രീക്വൻസീസിനെ കടത്തിവിടും. കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് എബവ് ഉള്ള ഫ്രീക്വൻസീസിനെ അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഇവിടെ കട്ട് ഓഫ് ഫ്രീക്വൻസി FM -FM ആണ്. അതായത് FM വരെയും -FM വരെയുള്ള ഫ്രീക്വൻസി, -FM മുതൽ FM വരെയുള്ള ഫ്രീക്വൻസീസിനെ അത് കടത്തിവിടും. അതുകൊണ്ടാണ് ഇവിടെ 1 എന്ന് വന്നിരിക്കുന്നത്. അതിനുശേഷം FM-ന് ശേഷമുള്ള ഒന്നിനെയും കടത്തിവിടില്ല. അതുകൊണ്ട് എന്താണ് അതിൻ്റെ റെസ്പോൺസ്, ഇവിടെയുള്ള വാല്യൂ എത്രയാണ്, 0 ആണ്. സോ അതാണ് ഐഡിയൽ ലോ പാസ് ഫിൽറ്റർ. പക്ഷെ ഒരിക്കലും നമുക്ക് ഈ ഷാർപ്പായിട്ടുള്ള കട്ട് ഓഫ്, അതായത് ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി എത്തുമ്പോൾ തന്നെ ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് 0 ആയി മാറില്ല. പകരം എന്താണ്, പതുക്കെ കുറഞ്ഞ് ആയിട്ടാണ് വരിക. അതുകൊണ്ടൊരു സ്ലോപ്പായിട്ടാണ് നമുക്കിവിടെ കിട്ടുക. ഷാർപ്പായിട്ട് 1-ൽ നിന്ന് 0-ലേക്കുള്ള ചേഞ്ചില്ല, പകരം സ്ലോപ്പായിട്ടാണ് പ്രാക്ടിക്കൽ ലോ പാസ് ഫിൽറ്ററിൻ്റെ കേസിൽ നമുക്ക് റെസ്പോൺസ് കിട്ടുക. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് പറയാം, ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ലോ പാസ് ഫിൽറ്റർ. Ideal low pass filter is not practically possible, so we are using practical low pass filter. So in practical low pass filter, the amplitude response decreases slowly to become 0. That means there is a transition band in the case of practical filter. Okay, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രാക്ടിക്കൽ ഫിൽറ്ററിൻ്റെ കേസിലാണെങ്കിൽ ഷാർപ്പ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ടായിരിക്കില്ല, ഒരു ട്രാൻസിഷൻ ബാൻഡ് ഉണ്ട്. അതായത് 1-ൽ നിന്ന് റെസ്പോൺസ് 1-ൽ നിന്ന് 0-ലേക്ക് ഇവിടെ ഷാർപ്പായിട്ടാണ് പോകുന്നത്. ഒരു FM എന്നുള്ള ഫ്രീക്വൻസി എത്തുമ്പോൾ തന്നെ 1-ൽ നിന്ന് 0-ലേക്ക് പോകുന്നു. ഇവിടെയാണെങ്കിൽ എന്താണ്, ഒരു സ്ലോപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് ട്രാൻസിഷൻ ഫ്രീക്വൻസി ഉണ്ടാവുന്നതാണ് ഉദ്ദേശിക്കുന്നത്. പതുക്കെ 1-ൽ നിന്ന് അതിനേക്കാൾ കുറഞ്ഞ വാല്യൂലെത്തി പിന്നീട് കുറഞ്ഞ് ലാസ്റ്റാണ് 0-ലേക്ക് എത്തുന്നത്. ഓക്കെ, so let us see now the figure shows the practical low pass filter in the reconstruction of the original signals from its samples. നമ്മൾ സാമ്പിളിംഗ് പറഞ്ഞു, ഒരു സിഗ്നൽ തന്നിട്ടുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടുന്നത്. അതിൽ മാക്സിമം ഫ്രീക്വൻസി പ്രസൻറ്റ് ചെയ്യുന്ന FM ആണ്, -FM ആണ്. അതിനിടയിലുള്ള ഓരോ ഫ്രീക്വൻസീസ് അതിലുണ്ട് ആ സിഗ്നൽ, X(t) എന്നുള്ള സിഗ്നൽ. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് X(f). അപ്പോൾ ഒറിജിനൽ സിഗ്നൽ ഏതെങ്കിലും ഒരു ഫോമിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന മാക്സിമം ഫ്രീക്വൻസി എന്താണ്, FM ആണ്, അതിന് -FM-ഉം. അപ്പോൾ അതിനിടയിലാണ് സിഗ്നലിൻ്റെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി കമ്പോണൻസ് വരുന്നത്, അല്ലേ. ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിഗ്നലിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സാമ്പിൾസ് നമ്മൾ എടുക്കുമ്പോൾ എന്താണ് വരുന്നത്, സാമ്പിൾസ് എടുക്കുമ്പോൾ എന്താണ്, സാധാരണ നമ്മൾ കറക്റ്റ് സാമ്പിളിംഗ് നടക്കണമെങ്കിൽ FS ഗ്രേറ്റർ ദാൻ 2 FM എന്നുള്ള
രീതിയിലുള്ള സാമ്പിൾസാണ് എടുക്കേണ്ടത്. അപ്പോൾ ഓരോ സാമ്പിൾസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി റെസ്പോൺസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ 2FM ആണ് ഇതിൻ്റെ വിഡ്ത്ത് അല്ലേ. അപ്പോൾ സാമ്പിൾ ഫ്രീക്വൻസി എത്രയാണ്? 2FM ആണ്. അപ്പോൾ സാമ്പിളിംഗ് നടത്താനുള്ള മിനിമം ഫ്രീക്വൻസി എന്താണ്? 2FM ആണ്, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 2FM ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഓരോന്നിലും നോക്കുമ്പോൾ എന്താണ്? 2FM ആണ്. ഇത് സെൻട്രൽ ഫ്രീക്വൻസി FS ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെക്ട്രം ഓഫ് ഒറിജിനൽ സിഗ്നലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്പെക്ട്രം ഓഫ് സാമ്പിൾഡ് സിഗ്നൽ ഈസ് ഷോൺ ഇൻ ദിസ് ഫിഗർ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്താ വേണ്ടത്? റീകൺസ്ട്രക്ഷൻ സൈഡിൽ ഈ സിഗ്നലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് ഒറിജിനൽ സിഗ്നൽ കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സിഗ്നൽ മാത്രം പാസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 2FM കട്ട് ഓഫ് ഫ്രീക്വൻസി ഉള്ള ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യും. അപ്പോൾ ആ ഫിൽറ്ററിൻ്റെ റെസ്പോൺസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ FMനും -FMനും ഇടയിലുള്ള സിഗ്നൽ ഇത് പാസ് ചെയ്യും. അതിനുശേഷമുള്ള ഫ്രീക്വൻസീസ് പാസ് ചെയ്യാനേ പാടില്ല ലോ പാസ്. പക്ഷേ പ്രാക്ടിക്കൽ ഫിൽറ്ററിൻ്റെ കേസിലാണെങ്കിൽ സഡനായിട്ട് സീറോയിലേക്ക് പോയില്ല, പകരം എന്താണ്? ചെറിയൊരു ടൈം എടുക്കും. അപ്പോൾ ആ ടൈമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ടൈമിലാണ് 1ൽ നിന്ന് 0യിലേക്ക് മാറുന്നത്. അപ്പോൾ അതിനിടയിലായിരിക്കും അടുത്ത സാമ്പിൾ. ഇത് 0യിലേക്ക് എത്തുമ്പോൾ ആണ് അടുത്ത സാമ്പിൾ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റെസ്പോൺസ് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ റീകൺസ്ട്രക്ഷൻ സൈഡിൽ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമുക്ക് ഏലിയാസിംഗ് എന്നുള്ള ഒരു ഫിനോമിനേന് മുന്നേ നമ്മൾ ഈ ഫിൽറ്ററിനെ കുറിച്ച് അറിയിക്കണം. കാരണം എന്ന് വെച്ചാൽ ഏലിയാസിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലെറ്റ് us see what is aliasing. When a continuous time band limited signal is sampled at a rate lower than Nyquist rate, that is Nyquist rate Fs less than 2FM, that is the Nyquist rate. So when a band limited signal is sampled at a rate lower than Fs less than 2FM, then the successive cycles of the spectrum g of omega of the sampled signal g of t overlap with each other as shown in the figure. See, നമുക്ക് കറക്റ്റായിട്ടുള്ള സിഗ്നൽ കിട്ടണമെങ്കിൽ ആ സിഗ്നലിനെ നമ്മൾ എങ്ങനെയാണ് സാമ്പിൾ ചെയ്യേണ്ടത്? FS ഗ്രേറ്റർ ദാൻ 2FM എന്നുള്ള ഫ്രീക്വൻസി വെച്ചിട്ടാണ് സാമ്പിൾ ചെയ്യേണ്ടത് അല്ലേ. അത്രയും സാമ്പിൾസ് എടുക്കണം. 2FM അതിനേക്കാൾ കൂടുതലുള്ള സാമ്പിൾസ് എടുക്കണം. പക്ഷേ അതിനേക്കാൾ കുറവാണ് നമ്മൾ എടുക്കുന്നത്. നിക്വിസ്റ്റ് റേറ്റ് എത്രയായിരുന്നു നമ്മൾ പഠിച്ചത്? FS ഈക്വൽ ടു 2FM ആണ് നിക്വിസ്റ്റ് റേറ്റ്. പക്ഷേ അതിനേക്കാൾ കുറവാണ് നമ്മൾ എടുക്കുന്ന റേറ്റ് എന്ന് വിചാരിക്കുക. FS ലെസ് ദാൻ 2FM ആകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളത് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പഠിച്ചതാണ്. FS ലെസ് ദാൻ 2FM ആകുമ്പോൾ സക്സസീവ് സൈക്കിൾസ് ഓഫ് ദി സ്പെക്ട്രം g of omega of the sampled signal g of t overlap with each other. അത് നമ്മൾ നേരത്തെ എടുത്തത് എങ്ങനെയായിരുന്നു? ഇങ്ങനെയാണ്. FS ഗ്രേറ്റർ ദാൻ 2FM ആകുമ്പോൾ ഇങ്ങനെ സാമ്പിൾസ് എങ്ങനെയാണ്? കുറച്ച് ഗ്യാപ്പായിട്ടാണ് നമുക്ക് ഓരോ സാമ്പിൾസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ FS ലെസ് ദാൻ 2FM ആകുമ്പോൾ ഇത് തമ്മിൽ ഓവർലാപ്പ് വരും. അപ്പോൾ ആ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഫ്രീക്വൻസി ഡൊമൈനിലാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ g of t എന്നുള്ളൊരു സിഗ്നൽ നമുക്ക് ഒറിജിനൽ സിഗ്നൽ തന്നിട്ടുണ്ടെങ്കിൽ g of omega എടുക്കും. ആ g of omega ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഇത്. ഇനി അതിൻ്റെ സാമ്പിൾസ് എടുക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സാമ്പിൾസ് FS ലെസ് ദാൻ 2FM ആകുമ്പോൾ അതിന് എന്തായിരിക്കും? ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താണ്? ഈ ഒരു സാമ്പിളിൻ്റെ ലോവർ ഫ്രീക്വൻസി കമ്പോണൻ്റ് എന്ന് പറയുന്നത് അതിന് തൊട്ട് പുറകെ വരുന്ന സാമ്പിളിൻ്റെ ഹയർ ഫ്രീക്വൻസി കമ്പോണൻ്റായിട്ട് ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഇത്രയും പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു പോർഷൻ ഈ സിഗ്നലിൻ്റെ ഭാഗം ഏതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ, ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട്. ഇതിപ്പോൾ നമ്മൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓവർലാപ്പിംഗ് ഏരിയയിൽ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സിഗ്നൽ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സിഗ്നൽ കറക്റ്റായിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് FS ലെസ് ദാൻ FM ആയിരിക്കുമ്പോഴുള്ള കേസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഏലിയാസിംഗ് എന്ന് ഡിഫൈൻ ചെയ്യാം. ഏലിയാസിംഗ് ഈസ് ദി ഫിനോമിന ഇൻ വിച്ച് എ ഹൈ ഫ്രീക്വൻസി കോമ്പണൻറ്റ് ഇൻ ദി ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് ദി സിഗ്നൽ ടേക്സ് ഐഡൻറ്റിറ്റി ഓഫ് എ ലോവർ ഫ്രീക്വൻസി കോമ്പണൻറ്റ് ഇൻ ദി സ്പെക്ട്രം ഓഫ് ദി സാമ്പിൾഡ് സിഗ്നൽ. സോ അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഹൈ ഫ്രീക്വൻസി കോമ്പണൻറ്റ് നെക്സ്റ്റ് വരുന്ന സാമ്പിളിൻ്റെ ലോ ഫ്രീക്വൻസി കോമ്പണൻറ്റുമായിട്ട് ഓവർലാപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്കെങ്ങനെ പറയാം? ഇതിൻ്റെ ഹൈ ഫ്രീക്വൻസി കോമ്പണൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ലോ ഫ്രീക്വൻസി കോമ്പണൻറ്റ് ഐഡൻറ്റിറ്റി പോലെ തന്നെയാണ്. അതെന്താണ്? അത് ഓവർലാപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഒരേപോലെയാണ് ഉണ്ടാവുക. അതാണ് ഇവിടെ പറയുന്നത്. ഏലിയാസിംഗ് ഈസ് ദി ഫിനോമിന in which a high frequency component in the frequency spectrum of the signal takes identity of a low frequency component in the spectrum of the sampled signal. So from the figure it is obvious that because of the overlap due to aliasing phenomena, it is not possible to recover original signal x of t from the sampled signal g of t by low pass filtering, since the spectral components in the overlap region add and hence the signal is distorted. So നമുക്ക് എന്താണ്? ഒറിജിനൽ സിഗ്നൽ എങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്? സാമ്പിൾസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വേണ്ടിയിരുന്നത്. പക്ഷേ എന്താണ്? പകരം ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഓവർലാപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്
അതിനെന്താ പറയുന്നത്, ഏലിയാസിങ് എന്നാണ് പറയുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത്, ഹയർ ഫ്രീക്വൻസി കോമ്പണൻറ്റ് ടേക്സ് ദി ഐഡൻറ്റിറ്റി ഓഫ് ദി ലോവർ ഫ്രീക്വൻസി കോമ്പണൻറ്റ് ഓഫ് ദി സാമ്പിൾസ്. So we cannot identify the original signal. That phenomena is called aliasing. Overlapping of the frequency components or frequency components of the successive samples is called aliasing. Okay, aliasing ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറ്റില്ല, ഒറിജിനൽ സിഗ്നലിനെ നമുക്ക് റീകവർ ചെയ്തെടുക്കാൻ കഴിയില്ല. ഈ ഫിനോമിന എപ്പോഴാണ് നടക്കുന്നത്, FS ലെസ് ദാൻ 2FM എന്നുള്ള ഫ്രീക്വൻസി ആവുന്ന കേസിലാണ് ഏലിയാസിങ് നടക്കുന്നത്. ഓക്കെ, so next, low pass filter blocks all frequencies above FM Hz. This process is known as band limiting of the original signal x of t. A low pass filter is known as anti-aliasing or realizing filter, re-aliasing filter, ഒരു hyphen ഉണ്ട് അവിടെ. Low pass filtering is called anti-aliasing or re-aliasing filter because it is used to prevent the aliasing effect. To eliminate aliasing, anti-aliasing filter must be used before sampling to limit the band of frequency signal to FM Hz. Sampling frequency must be selected such that FS greater than 2FM. So നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഏലിയാസിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി കോമ്പണൻ്റ്, അതായത് ഈ നിക്വസ്റ്റ് റേറ്റിന് FS ഗ്രേറ്റർ ദാൻ 2FM എന്നുള്ള സാമ്പിളിംഗ് റേറ്റിൽ സാമ്പിൾ ചെയ്യണം, അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ ഏലിയാസിങ് ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും മിനിമം കണ്ടീഷൻ എന്താണ്, FS ഗ്രേറ്റർ ദാൻ 2FM എന്നുള്ള രീതിയിലായിരിക്കണം സാമ്പിൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോ പാസ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം. ആ ലോ പാസ് ഫിൽറ്ററിന് എന്ത് പറയാം, ആൻറ്റി ഏലിയാസിങ് ഫിൽറ്റർ എന്ന് പറയാം. ഏലിയാസിങ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്, ആൻറ്റി ഏലിയാസിങ് ഫിൽറ്റർ മസ്റ്റ് ബി യൂസ്ഡ് ബിഫോർ സാമ്പിളിംഗ് ടു ലിമിറ്റ് ദി ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ് ടു സിഗ്നൽ ടു FM Hz. So sampling frequencies must be selected such that FS greater than 2FM. അത്രയാണ് നമുക്ക് ഈ ഏലിയാസിങ്ങിൽ പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഏലിയാസിങ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ആൻറ്റി ഏലിയാസിങ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻറ്റി ഏലിയാസിങ് ഫിൽറ്റർ എന്താ ചെയ്യുന്നത്, അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് FM ഹെർട്സിലേക്ക് ബാൻഡ് ലിമിറ്റ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ചില ഒറിജിനൽ സിഗ്നൽ എടുക്കുന്നതിനകത്ത്, ഇതിപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ, FM to -FM വരെയാണ് അതിൻ്റെ മാക്സിമം ഫ്രീക്വൻസി കമ്പണൻസിൽ, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വരാം. അപ്പോൾ നമ്മളെന്ത് ഏലിയാസിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, FM-ലേക്ക് 2FM, അതായത് -FM-നും FM-നും ഇടയിലേക്ക് ഫ്രീക്വൻസി ലിമിറ്റ് ചെയ്യണം. അപ്പോൾ അത്രയും കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ ലോ പാസ് ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഏലിയാസിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ആൻറ്റി ഏലിയാസിങ് ഫിൽറ്റർ മസ്റ്റ് ബി യൂസ്ഡ് ബിഫോർ സാമ്പിളിംഗ് ടു ലിമിറ്റ് ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് ദി സിഗ്നൽ ടു FM Hz. ഓക്കെ, അതുപോലെ തന്നെ സാമ്പിളിംഗ് ഫ്രീക്വൻസി എങ്ങനെയായിട്ട് ചൂസ് ചെയ്യണം, FS ഗ്രേറ്റർ ദാൻ 2FM. അപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് എഴുതേണ്ട 2 പോയിൻറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏലിയാസിങ് എന്താണെന്ന് മനസ്സിലാക്കുക, ആൻറ്റി ഏലിയാസിങ് എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ റീകൺസ്ട്രക്ഷൻ്റെ വീഡിയോ ക്ലാസ് എന്ന് പറയുന്ന കഴിഞ്ഞ ക്ലാസ്സിലുള്ള പ്രൂഫ് ഓഫ് സാമ്പിളിംഗ് തിയറം എന്നുള്ള പോർഷൻസിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നുകൂടി നോക്കുക. പ്രൂഫ് ഓഫ് സാമ്പിളിംഗ് തിയറത്തിൽ ലാസ്റ്റിലോട്ടൊക്കെ ഒരു ഡെറിവേഷൻ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ സിലബസിൽ റീകൺസ്ട്രക്ഷൻ എന്നുള്ള പ്രത്യേക ഒരു ടോപ്പിക് ഉണ്ട്, അത് ആ സാമ്പിളിംഗ് തിയറത്തിൻ്റെ പ്രൂഫ് തന്നെയാണ്. റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാമ്പിളിംഗ് തിയറത്തിൻ്റെ പ്രൂഫ് ഉണ്ടല്ലോ, അപ്പോൾ അത് നോക്കൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക്. താങ്ക് യു.